കെൽപ്പുള്ളവർ നമ്മേക്കാൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കായി മാറിക്കൊടുക്കണമെന്ന അഭികാമ്യമായ ചിന്തയോടുകൂടി ഞങ്ങളോട് സഹകരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നില്ല. സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ നമ്മുടെ ഉദ്ഘാടകനായ ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്. ഞാൻ ഏതായാലും നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലെ ഐശ്വര്യവും ആരോഗ്യവും മേന്മയും എല്ലാറ്റിലും ഉപരി സൗഹൃദവും അപങ്കുരം നിലനിൽക്കട്ടെ നാശിക്കുകയും ഒരു ചാരിറ്റി സ്വഭാവത്തിൽ രൂപീകൃതമായതാണെങ്കിലും ഈ സംഘം ഇതിന്റെ ആണിക്കല്ലായി സ്ഥാപിച്ചത് സൗഹൃദബദ്ധമാണെന്ന സത്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളുന്നതുകൊണ്ടും അത്തരം സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചുകൊണ്ട് ഭാവി ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് സന്മനസ്സോടെ അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി ഈ സമ്മേളനവും ഞങ്ങളുടെ പ്രത്യേകമായ കാര്യം പറയാനുള്ളത്, ഇത് ആദ്യത്തെ ഞങ്ങളുടെ സംരംഭമാണ്. ജലീൽ മെമ്മോറിയൽ വെൽഫെയർ ഫണ്ടിന്റെ ആദ്യ സംരംഭമാണ്. ഇതിന്റെ ഈ സംരംഭത്തിൽ ഞങ്ങളെ ഈ വെൽഫെയർ ഫണ്ടിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും അതുപോലെ തന്നെ ഈ ക്യാമ്പിന്റെ ഉദ്ഘാടനവും നടത്തുവാനായി നമ്മുടെ ബഹുമാനായ വിശിഷ്ടാതിഥി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണൻ സാഹിബാബുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷൻ UAE പ്രസിഡന്റ് പ്രിയപ്പെട്ട മുസ്തഫ, ആശംസാ പ്രസംഗത്തിന് എൻ്റെ സഹപ്രവർത്തകൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ഘട്ടമായിപ്പോയ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് മുസ്തഫ, നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ പ്രിയങ്കരനായ KVCP, സോഫിയ സിസ്റ്റർ ഡോക്ടർ ഉസ്മാൻ മുസ്തഫ, സ്വാഗത പ്രാസംഗം KM അബ്ദുൽ ഷുക്കൂർ, നല്ലവരായ സഹോദരി സഹോദരന്മാർ, ഞാൻ കുറച്ച് നേരത്തെ വന്നതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. 1.5 മണിക്കൂറായി ഞാൻ വന്നിട്ട് നേരത്തെ വന്നതിൽ ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ ബോധവൽക്കരണ ക്ലാസ്സാണ് നടക്കാൻ പോകുന്നത്. KMCCയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടു ക്യാൻസർ രോഗ നിർണയ ക്യാമ്പുമാണ് അടുത്ത ദിവസങ്ങളിലായി ഇവർ നടക്കാൻ പോകുന്നു. എന്തോന്നറിയില്ല, ഇവിടെ ക്യാൻസർ പരിശോധന ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇത്തരം അധികം ആളുകൾ വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കണം. ക്യാൻസർ പരിശോധനയാണെങ്കിൽ ഇതിന് 3-1 ആളുണ്ടാവില്ല. തിരൂർ ജില്ലാ ആശുപത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു ക്യാൻസർ ക്യാമ്പ്, പരിശോധന ക്യാമ്പ് ജില്ലാ ആശുപത്രിയുടെ ചെയർമാൻ എന്ന നിലക്ക് സംഘടിപ്പിച്ചപ്പോൾ 17 പേരാണ് തിരൂർ ജില്ലാ ആശുപത്രി ക്യാൻസർ രോഗം പരിശോധിക്കാൻ വന്നത്. ഇതങ്ങനെ അറിഞ്ഞു പോവോ എന്നൊരു ബേജാറ്, ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞു പോയാൽ ഒരു ബേജാറായിട്ട്. അപ്പം ആ രീതിയിലാണ് നമ്മുടെ ജീവിത രീതി. ഞാനൊരാളോട് 5 കൊല്ലം മുമ്പ് പറഞ്ഞു, എനിക്ക് ഷുഗർ വന്നപ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി, വെറുതെ അതൊക്കെ കണ്ട് വരുമ്പോൾ നോക്കാം, ഇപ്പം അതെന്ത് നോക്കണം. ഇപ്പം എന്തായാലും എന്നോട് പറഞ്ഞു, എനിക്ക് എത്ര 300 ഉണ്ട്, അത് 400 ആയിക്കോട്ടെ ആയിരുന്നു. ഞാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ, ഞാൻ ഇൻസുലിൻ അടിക്കുന്ന ആളാണ്. ഒന്ന് പരിശോധിച്ച് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ ആ വരുമ്പോൾ നോക്കാം, അതൊന്നൊരു പ്രശ്നമല്ല. ഇപ്പം എത്ര 300 ഭക്ഷണം കഴിക്കാതെ ഫാസ്റ്റിങ്ങിൽ 300 ഒരു മനുഷ്യൻ നടക്കുക. അപ്പം നമ്മൾ എപ്പോഴും നേരത്തെ പരിശോധിച്ചാൽ നേരത്തെ അതറിയാം. ഇപ്പം 70.7 ക്രിയാറ്റിൻ നമുക്ക് ആവശ്യമുണ്ട് ഷുഗറിന്. എനിക്ക് 0.8 പരിശോധിച്ച് പറഞ്ഞു. അതിനനുസരിച്ച് ഒരു ഭക്ഷണക്രമവും വ്യായാമവും നമുക്ക് അനിവാര്യമാണ്. 3 ലിറ്റർ വെള്ളം ദിവസം കുടിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. 3 ലിറ്റർ വെള്ളം ഞാൻ രാവിലെ കുടിക്കാൻ നോക്കി ഒരു മീറ്റിംഗ് നടക്കും, 10-20 ദിവസം മൂത്രമൊക്കെ മുടിയും. ഇയാൾക്ക് എന്താ മൂത്രത്തിന് അസുഖം കൊണ്ടുപോയി? 3 ലിറ്റർ വെള്ളം ഞാൻ കുടിക്കണം ഒരു ദിവസം. രാവിലെ പോകുമ്പോൾ തന്നെ വെള്ളക്കുപ്പി ഇങ്ങനെ കുടിച്ചാൽ അങ്ങനെ പോരല്ല.
അപ്പൊ ആ നമ്മൾ ഡോക്ടർമാർ പറഞ്ഞ് നമ്മൾ നോക്കി നമ്മുടെ ശരീരം കാത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വീഴ്ചടിച്ചു പോകും. അപ്പൊ ചിലർ പോയിട്ട് പോയിക്കോട്ടെ, അത് എളുപ്പമാണ് പറയാൻ. അത് ഒരു തമാശ രീതിയിലെ വർത്തമാനമാണ്. രോഗം നേരത്തെ കണ്ടുപിടിച്ചാൽ നേരത്തെ നമുക്ക് ചികിത്സ ചെയ്യാം. ക്യാൻസർ ഒരു വലിയ വിഷമത്താണ്. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. ഏറ്റവും യുവാക്കൾക്ക് കാണപ്പെടുന്ന രോഗം ക്യാൻസറും, അതുപോലെ യുവതികൾക്ക് കാണപ്പെടുന്ന രോഗം ക്യാൻസറാണ്, കിഡ്നി രോഗിയാണ്. നമുക്കറിയാം, വള്ളിക്കുന്ന് മുതൽ കുറ്റിപ്പുറം വരെ തീവണ്ടി രാത്രി 8:40 8:20 അത് മലബാർ എക്സ്പ്രസും കണ്ണൂർ മംഗലാപുരം എക്സ്പ്രസും അതുപോലെ തന്നെ നമ്മുടെ മാവേലി ഒക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കുറേ ചെറുപ്പക്കാർ പ്രായമുള്ളവരൊക്കെ മൊക്കലിട്ടതുപോലെ താഴെ നമ്മുടെ തല മറിച്ച് തോർത്തുകൊണ്ട് കെട്ടിയിട്ട് പോകും. അത് തണുപ്പുണ്ടായിട്ടല്ല, ഇവിടെ തുളയുണ്ടാവും, ഇവിടെ എല്ലുണ്ടാവില്ല, എല്ല് കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ തിരുവനന്തപുരം RCC ഇറങ്ങുമ്പോൾ ആവശ്യത്തിന് പോണക്കളാറ് രോഗികളാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്ത് ഇറക്കുന്നത്. ഒക്കെ ക്യാൻസർ രോഗിയാണ്. 22 വയസ്സ് പെൺകുട്ടി, ഗർഭിണിയായ പെൺകുട്ടി, കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ പെൺകുട്ടി ക്യാൻസർ, പുതിയാപ്പുറക്ക് ക്യാൻസർ. അങ്ങനെ നമ്മുടെ ജീവിത രീതി പാടെ മാറി മുഴുവൻ ആളുകൾക്ക് വന്ന സ്ത്രീകൾക്ക് വയറ്റിൽ മുഴ വന്നു, ഗർഭകാശം എടുത്തു മാറ്റേണ്ടി വന്നു, ക്യാൻസർ വന്നു, കൈ മുറിച്ച് മാറ്റുന്നു, കാല് മുറിച്ച് മാറ്റുന്നു, പ്രമേഹം കൂടി വരുമ്പോൾ. അങ്ങനെ നമ്മുടെ ആളുകളെ നഷ്ടപ്പെട്ടുള്ള ഒരു രീതിയിലേക്ക് മലപ്പുറത്ത് പ്രസവിച്ച കുട്ടിക്ക് പ്രമേയം 300. എങ്ങനെ ഉണ്ടാവും? പ്രസവിച്ച് പുറത്ത് വന്ന കുട്ടിക്ക് പ്രമേയം 300. അപ്പൊ നമ്മൾ ചിന്തിക്കും, എനിക്ക് 10 നേരം ചെറുകൊണ്ടാണ്, ഏതായാലും നമ്മൾ വന്നില്ല, ഇനി കുറച്ചിട്ട് പോയാൽ മതി. പ്രമേയം 300. അപ്പൊ നമ്മുടെ ആ ആളുകൾക്ക് അത്ര കണ്ട് പ്രയാസങ്ങൾ നേരിടുന്ന രോഗങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ കൂടുതൽ വരുന്നത്? നമ്മുടെ ഭക്ഷണ രീതി. എനിക്ക് 9 കല്യാണം, 9 കല്യാണത്തിന് 9 ദിവസത്ത് ചോർന്നു എന്താ ആരോഗ്യം കൂട്ടിയോ കാണി. എന്റെ പ്രമേയം 450 600 700 ഒക്കെ ആവും. അത് പിന്നെ ബാധിക്കും കിഡ്നിക്കാണ്. എന്നാൽ നമ്മുടെ ശരീരം പറ്റ് നശിക്കുന്ന രീതിയിലേക്ക് പോകും. നമുക്ക് ഭക്ഷണക്രമമില്ല. നമ്മൾ എന്നും ബിരിയാണിയാണ്, എന്നും ഇറച്ചിയാണ്, എന്നും മീനാണ്. ഒരു ദിവസം മീൻ കൂട്ടാത്ത ആളുകൾ ആരാളുള്ളത്? ഇറച്ചി തിന്നാത്തവർ ആരാളുള്ളത്? കല്യാണത്തിൽ പോയ ബിരിയാണി, കബ്സ, മന്തി, നെയ്ച്ചോറ്, തേങ്ങാച്ചോറ്, ഇതൊക്കെ ഒരു കല്യാണത്തിൽ ഒരു സമയത്ത് കിട്ടുന്ന സാധനം. മേശപ്പുറത്ത് ഒരു കല്യാണത്തിന് മേശപ്പുറത്ത് കിട്ടണം ഈ 5 സാധനം: കോഴി പൊരിച്ചത്, മീൻ വറുത്തത്, മട്ടൻ കറി, മട്ടൻ ഫ്രൈ, മീൻ പൊരിച്ചത്, ആടിന്റെ കയ്യും കാലും തല പൊളിച്ച് തോലി പൊളിച്ചിട്ട് തല പൊട്ടി വാക്കിയിട്ട് കണ്ണും കാട്ടിങ്ങനെ കിടക്കുന്ന ആട് ഇങ്ങനെ മേശപ്പുറത്ത് കിടക്കണപ്പോൾ ഒരുപാട് ഞാൻ കണ്ടതാണ്. എന്നിട്ട് അതിന് കടിപ്പ് ഇവിടെ മനുഷ്യന്മാർക്ക് അവർ കൊറു വലിച്ചിട്ട് കയ്യിൻ്റെ പൊത്തി വെച്ചിട്ട് വലിച്ച് കീറി തിന്നുമ്പോൾ നല്ല ആവേശമുണ്ടാവും. പക്ഷേ വരുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ബോധം. നമ്മൾ ഭക്ഷണ രീതി ക്രമം വരുത്തണം. ഭക്ഷണ രീതി നമ്മൾ ക്രമം വരുത്തണം. പണ്ട് ചക്കക്കൂട്ടാനും കഞ്ഞിയിരുന്നു ഞാൻ കുടിച്ചിരുന്നത്, ചോറ് കിട്ടാനില്ല. ഇപ്പൊ എനിക്ക് തിന്നാൻ വേണ്ടക്കത്ത്, അതിന് മാത്രം ചോറ് ഇറക്കി മുന്നിലാണ്. ഇന്ന് ചക്ക ഇറക്കി വേണം, ചക്ക കുറുക്കനും നായകൻ തിന്നിങ്ങനെ പോകാൻ പോകും. ഞാൻ ബഹ്റൈൻ ചെന്നപ്പോ, സൗദി ചെന്നപ്പോ, UAE ചെന്നപ്പോ ബഹ്റൈന് ഉണങ്ങിയ ചക്കക്കുരു കിലോന് 400 രൂപയായി. ചക്കക്കുരു ഇവിടെ കുറുക്കൻ തിന്നാണ്. എന്തായാലും ആ ഭവിഷ്യത്ത ചക്കക്കുരുവിന്റെ പുറത്തെ ചുവന്ന തൊലി കളയാതെ കഴിച്ചാൽ ക്യാൻസറിനെ പ്രതിരോധിക്കാം. നമുക്കത് ചക്കക്കുരു അല്ലേ, അത് പഞ്ചന്മാർ മോശമാണ്, ചക്ക തിന്നൂല. പഴവർഗ്ഗങ്ങളിൽ നമ്മൾ ബാക്ടീരിയോസ് 20 യൂറിയ തുടങ്ങിയ കീടനാശിനി ഉപയോഗിച്ച് പച്ചക്കറിയും ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിക്കുകയാണ്. ഏതാ വിഷമില്ലാത്തത്? വിഷമില്ലാത്ത പച്ചക്കറി ഞാൻ തന്നെ വാങ്ങി എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഞാൻ കൊടുക്കാൻ ഫ്ലാഗ് ഓഫ് ചെയ്തത്. നാടൻ തക്കാളിക്ക് 70 രൂപ കിലോ, വിഷമിടാത്ത ജൈവമണത്തത്. മറ്റേ തക്കാളി കിലോ 15 രൂപ. ഇതിന് 70 രൂപ, ഞാൻ 20 രൂപ കിലോ വാങ്ങി പരീക്ഷണം നടത്തും. നല്ല ടേസ്റ്റ് ഉണ്ട്, രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്താതിരുന്നാൽ പിന്നെ കോഴി കച്ചവടക്കാർക്ക് എന്നോട് ദേഷ്യപ്പെടും. ബ്രോയിലർ കോഴി തിന്നാൻ തന്നെ പാടില്ല. വേണമെങ്കിൽ ഒരു കഷ്ടം ഉപയോഗിക്കാം. 45 ദിവസം കൊണ്ട് 4 കിലോ 3 കിലോനാവുന്ന കോഴി 40 ദിവസം എങ്ങനെ കോഴി 4 കിലോ ആവുക?
ആ കോഴി കൊന്നിട്ടാണ് നമ്മളെ പെൺകുട്ടിയാക്കി 8-9 വയസ്സിന്റെ പെൺകുട്ടികൾക്ക് ആ ബ്രോയിലർ പോയി കുറച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾ 8 വയസ്സിന്റെ കുട്ടീനെ കണ്ട 17 വയസ്സാണ് തോന്നിപ്പോകും കണ്ട. പെൺകുട്ടിയൊക്കെ തിന്നാൻ കൊണ്ട് വളർത്തുന്നത് പരിമിതമായ ഭക്ഷണം കൊടുക്കാൻ പെൺകുട്ടികൾക്ക് പാടുള്ളൂ. അവർക്ക് അധ്വാനമില്ല. 8 വയസ്സായ പെൺകുട്ടിയെ കണ്ട 15 വയസ്സെന്താ ഈ ബ്രോയിലർ ഇറച്ചി ആ കുട്ടീനെ പറഞ്ഞാൽ ബാപ്പ ഗൾഫിലാണ്, മോട്ടോർ സൈക്കിൾ എടുത്താൽ ഒരു 2 കിലോ ഇറച്ചി വാങ്ങിക്കൊണ്ട് കൊണ്ട് ബ്രോയിലർ കൊണ്ടുവരും. ഒരു പണിയില്ല, കഴുകിയിട്ട് അടുപ്പത്തിട്ട് കുറച്ച് മഞ്ഞൾ അരി ഇട്ടിട്ട് സാധനം ഇട്ടിട്ട് തിളപ്പിച്ച് കുട്ടികൾ വിളമ്പി കൊടുക്കുക. നമുക്ക് നേരില്ല, സമയമില്ല അല്ലേ? നിസ്കരിക്കാൻ തന്നെ സമയം എപ്പോഴാണ് കണ്ടെത്തുന്നത്? അത് ഇടങ്ങാനും നിസ്കരിക്കാൻ അത് നമുക്ക് ആവശ്യമുള്ളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പോകണം. അത് ഇടങ്ങാൻ അത് ബുദ്ധിമുട്ടുകൊണ്ട് നടത്തം നിർബന്ധിതമായിട്ടാണ്. അവർ നിർബന്ധിതമായി നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തണം. ഒരു രോഗം വരില്ല. എൻ്റെ അവിടെ അബ്ദുൽ മുസ്ലിയർ എൻ്റെ വീട്ടിലടുത്ത് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളാണ്, മഞ്ചേരിക്കാരനാണ്. 60 കൊല്ലം എൻ്റെ നാട്ടിൽ ബാങ്ക് കൊടുത്തു. ഒരു പാരാസിറ്റമോൾ കഴിക്കാത്ത മനുഷ്യനാണ്. ഇപ്പൊ അദ്ദേഹം മഞ്ചേരിയുണ്ട്. ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ എപ്പോഴും വരും. ഇതുവരെ ജീവിതത്തിൽ മരുന്ന് ചികിത്സയ്ക്ക് വേണ്ടി കഴിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള രോഗം നമ്മൾ ചിന്തിക്കേണ്ടത് ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇലക്കറികൾ തിന്നാൻ മുരിങ്ങൻ്റെ ഇടക്ക് ഒരു പ്രയാസമില്ല, പൈസയും കൊടുക്കണ്ട. പക്ഷെ ഇപ്പൊ തെക്കോട്ട് പോയി പൈസ കൊടുക്കണം. അങ്ങനെ നല്ല നല്ല പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ട് മാംസങ്ങൾ കുറച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ഏറ്റവും കൂടുതൽ അറിവുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ അറിവ് ശാഖകൾ മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ ബ്രോയിലർ കച്ചവടം, ഇറച്ചി കോഴി കച്ചവടം മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ പോയി തെക്കോട്ട് ചേട്ടന്മാരെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിമിതിന് മാംസത്തിന്. അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ ഭക്ഷണം ഒരു ഇറച്ചി ഒരാഴ്ച വെള്ളിയാഴ്ച സാധാരണ ഉണ്ടായ ഇറച്ചി വാങ്ങും. അത് ഡെയിലി വാങ്ങുന്നത് ഒഴിവാക്കിയിട്ട് ഡെയിലി ദിവസം പ്രതി ബ്രോയിലർ ഇറച്ചി ഒഴിവാക്കിയിട്ട് അത് ആവശ്യത്തിന് മാത്രം ഭക്ഷണം വാങ്ങി കഴിക്കുകയും ചെയ്തൊരു സാഹചര്യം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഒരു ബോധവൽക്കരണം നമ്മുടെ സഹോദരി അമ്മമാർക്ക് ഉമ്മമാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, വീട്ടുകാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രയാസം നേരിടില്ല. നമ്മളാണ് കൊണ്ടുവരാൻ പറയുന്നത്, ഉണ്ടാക്കാൻ പറയുന്നത്. അവർ നമ്മൾ ആണുങ്ങളല്ല. നമ്മളാണ് പറയുന്നത് തെഞ്ഞത് വേണം എന്ന് പറയുമ്പോൾ അവർ കൊണ്ടുവരും. വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരില്ല. വീട്ടിലെ അടുക്കള നന്നായാൽ പരമാവധി നമുക്ക് രോഗത്തെ ചെറുക്കാൻ സാധിക്കും. ക്യാൻസർ എന്ന വലിയ വിപത്തിനെ നേരിടാൻ സാധിക്കും. കിഡ്നി രോഗികൾ നമ്മുടെ ജില്ലയിൽ കയറി വരുന്നു. അത് 32, 20, 18, 9 വയസ്സായ കുട്ടി. ഇന്നലെ എന്നോട് പറഞ്ഞു 9 വയസ്സായ കുട്ടി കിഡ്നി രോഗം. ഒരു കിഡ്നി പോയി, രണ്ടാമത്തെ കിഡ്നി ബാധിച്ചു തുടങ്ങി. 9 വയസ്സിൽ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തി നല്ലൊരു ജീവിതം നയിക്കാൻ വിശ്വാസികളായ നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ശുചിത്വം ഉണ്ടാകണം. കൊതുക് പെരുകാൻ പാടില്ല. ശുചിത്വം ഉണ്ടാകണം. ഇന്നലെ നമ്മുടെ പത്രത്തിൽ കണ്ടിട്ട് ഞങ്ങൾ മലപ്പുറം ജില്ലാ കലക്ടറിന്റെ കൊതുകിനെ പിടിച്ചിട്ട് വെള്ളയും കറുപ്പുമുള്ളൊരു കൊതുകുണ്ട്. അതാണ് ക്യാൻസർ, ഡെങ്കിപ്പനി വരുന്ന ഒരു കൊതുക്. അതാണ്. അതിന് 9 എണ്ണമാണ് മിഞ്ഞാന്ന് മലപ്പുറം കലക്ടറിനെ പിടിച്ചത്. DMO 9 എണ്ണം. വെള്ളയും കറുത്ത ഒരു കൊതുകുണ്ട്. അതിന് കൊമ്പ് നീളമുണ്ടാകും, മറ്റു ചെറിയ കാലുകളായിരിക്കും. അത് 9 കൊതുകിനെ കുറിച്ച് കൂട്ടിലാക്കിയിട്ട് നോക്കിയപ്പോൾ അത് ക്യാൻസറും ഡെങ്കിപ്പനിയും വരുന്ന കൊതുകാണ്. വെറും കറുപ്പ് മാത്രമുണ്ട്. കറുപ്പ് മാത്രം. അത് വയറിളക്കം ഉണ്ടാക്കുന്ന പനി വരുത്തുന്ന ഒരു കൊതുകാണ്. അങ്ങനെ ഒരുപാട് വൈറസുകൾ, ഒരുപാട് സൈസ് കൊതുകുകളുണ്ട്. നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ പരിസരം വൃത്തിയാക്കുക. ഒരു വെള്ളം പോലും കെട്ടി നിൽക്കാതെ, പേപ്പറുകൾ കുപ്പികൾ വെള്ളം നിറയാതെ, ചിരട്ട നോക്കിയിട്ട് കുഴികളില്ലാത്ത കാടുകളില്ലാത്ത സ്ഥലം വൃത്തിയാക്കി നമ്മുടെ ശുചിത്വം ഉണ്ടായാൽ നമുക്കൊരു കൊതുക് രാത്രി വരില്ല. വീട് പരിസരം വൃത്തിയാക്കുക. അതുപോലെ കക്കൂസ് മാലിന്യങ്ങൾ വൃത്തിയായി നന്നാക്കി ഓടിയപ്പോൾ പ്രഖ്യാപിക്കുന്ന നമ്മുടെ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് തീരദേശ മേഖലയ്ക്ക് 25,400 രൂപ കക്കൂസിന് കൊടുക്കുന്നുണ്ട്. അത് 15,500 നിന്ന് ജില്ലാ പഞ്ചായത്തും ശുചിത്വ മിഷനുമായി ബഹുമാനപ്പെട്ട മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 25,400 രൂപ കൊടുക്കുവാനും തീരദേശങ്ങളിൽ അതുപോലെ തന്നെ ആദിവാസി മേഖല 25,400 രൂപയും കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ഈ ദിന്യാദി പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. അത് കക്കൂസ് തീരപത്ത് കക്കൂസിന്റെ മുകളിലും ടാങ്ക് താഴെയുമായി കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മൾ സമർപ്പിച്ചിട്ട് തീരദേശ പഞ്ചായത്തുകൾ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ വൃത്തിയോടെ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വന്നാൽ ചികിത്സിക്കുക. തീരെ ചികിത്സിക്കാതിരുന്നാൽ അത് നമുക്ക് ദോഷം ചെയ്യും എന്നാണ് എനിക്ക് പറയുന്നത്. ശുചിത്വമുള്ള ഒരു മേഖലയായി ഈ പറവണ്ണ മേഖല മാറണം. നിങ്ങൾ തീരപ്രദേശം ഈ ഭാഗങ്ങൾ മാറണം. കടലോര പ്രദേശങ്ങൾ മാറണം. നല്ല വൃത്തിയുള്ള ഒരു സമൂഹമായി നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിച്ച് ഉയരുവാനും പരമാവധി ഭക്ഷണം കുറച്ച് കൊണ്ടുവരുവാനും സാധിക്കണം. അധികം ഭക്ഷണം കുറേശ്ശെ കഴിച്ചിട്ട് മണിക്കൂർ ഇടപെട്ട് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ദഹനം നമുക്കൊരു പ്രയാസം ഉള്ള സാധനമാണ്. ഗുളികകൾ കിഡ്നിയെ ബാധിക്കുന്ന സാധനം. ഒരു ഗുളിക പൊടിച്ച് കഴിക്കുന്നതും
ഒരുമിച്ച് കഴിക്കുന്നതും രണ്ടും രണ്ടാണ്. ആ ഗുളിക കിട്ടി പൊടിക്കണമെങ്കിൽ സമയം ഒരുപാട് എടുക്കും. ഗുളിക കലക്കി കുടിച്ചാൽ സെക്കൻഡ് കൊണ്ട് ദഹിക്കുന്ന ഗുളിക മണിക്കൂർ കൊണ്ടാണ് ആ ഗുളിക വെള്ളം തട്ടാതെ കഴിച്ചാൽ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധാപൂർവം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഈ സംഘടിപ്പിച്ച ക്യാമ്പ് വളരെ വിപുലമായ ക്യാമ്പാണ്. ഈ KMCC-യുടെ പ്രവർത്തനം ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ്. KMCC എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഈ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും മണലാരണ്യത്തിൽ പോയി ജീവിക്കുന്ന അവർ അധ്വാനിക്കുന്ന പണത്തിന്റെ ഒരു വിഹിതമാണ് നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അവർ പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിച്ച വ്യക്തി നിരക്ക് UAE-യിലും സൗദി അറേബ്യയിലും അതുപോലെ തന്നെ കുവൈത്തിലും നമ്മുടെ ബഹ്റൈനിലും ഒക്കെ ഞാനിത് നേരിട്ട് കണ്ടതാണ്. അവരുടെ വിയർപ്പ് അത്രത്തോളം ശക്തമാണ്. ആ വിയർപ്പാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഈ സഹായം. അത് ഏറ്റെടുത്ത് അത് നടപ്പാക്കുമ്പോൾ അത് അനുകൂലമായ ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാഹചര്യം ഉണ്ടാകും. അവർ വീടുകളും ക്യാൻസർ രോഗികൾക്കും അതുപോലെ തന്നെ വെൽഫെയർ സൊസൈറ്റികൾക്കും പാലിയേറ്റീവിനും ആംബുലൻസുകൾ വരെ സൗജന്യമായി KMCC നമ്മുടെ ജില്ലയിൽ ഒരുപാട് ജില്ലാ ആശുപത്രി അതുപോലെ തന്നെ CH സെന്ററിനൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്ന KMCC-യുടെ പ്രവർത്തനം നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. അവരുമായി സഹകരിച്ച് നമ്മുടെ രോഗമുക്തമാക്കാൻ നമ്മുടെ ഈ പ്രദേശത്തിന് ആകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ അഡ്വക്കേറ്റ് നസറുള്ള തിരൂർ ബ്ലോക്ക് മെമ്പർ ക്ഷണിച്ചു. സമാദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ജലീൽ ആൻഡ് ജലീൽ മെമ്മോറിയൽ വെൽഫെയർ ഫണ്ടിൻ്റെ പ്രസിഡന്റ് കൂടിയായ VM മുസ്തഫ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട KM അബ്ദുൽ ഷുക്കൂർ, വേദിയിലുള്ള ബഹുമാന്യനായ നടവരുതൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ KV സിദ്ദീഖ്, ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രിയങ്കരനായ സഹഭാരവാഹി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് U മുസ്തഫ, വേദിയിലും സദസ്സിലുമുള്ള നല്ലവരായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പറവണ്ണ പ്രദേശത്തിൻ്റെ സമഗ്രമായ ആരോഗ്യരംഗ പുരോഗതിക്കും വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്ര വികസനത്തിനും വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാർ സ്വമനസ്സാലെ സന്നദ്ധരായി സാമ്പത്തികവും മറ്റുമൊന്നുമുള്ള ബാധ്യതകളൊന്നും നോക്കാതെ തങ്ങളോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൈകോർത്തിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ജലീലിൻ്റെയും മറ്റൊരു ജലീലിൻ്റെയും നാമധേയത്തിൽ ഈ പ്രദേശത്ത് ആരംഭിച്ച വെൽഫെയർ ഫണ്ടിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും അതിൻ്റെ ആദ്യത്തെ പരിപാടിയുമാണ്. എന്തായാലും ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ നാട് ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ വിഷയമാണ് അവരുടെ ആദ്യത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് എന്നുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തിക പരാധീനത മൂലം വിദ്യാഭ്യാസം നടത്താൻ കഴിയാത്ത പാവപ്പെട്ടവർക്കുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും അവരുടെ പ്രവർത്തനത്തിൻ്റെ പരിധിയിലുണ്ട് എന്നറിഞ്ഞതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ സവിസ്തരം ഈ വിഷയത്തിലും ഇന്ന് ഇവിടെ നിങ്ങൾ ഏത് വിഷയത്തെപ്പറ്റി കേൾക്കാനാണോ വന്നിരിക്കുന്നത്, ഭയാനകരമായ മാരകമായ ഒരു രോഗം, ആ രോഗത്തെ പ്രതിരോധിക്കാൻ, ആ രോഗം നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിക്കാൻ, ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് പറയാൻ ആധികാരികമായ മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും മറ്റും ഈ വേദിയിൽ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാം.
നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു പനിയും ജലദോഷവും വരുന്ന തരത്തിലേക്ക് ഈ മാരകമായ ക്യാൻസർ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധികാരികമായ കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ